കഴിഞ്ഞ ദിവസമാണ് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ അറിഞ്ഞതാണ്. ഒരുപാട് തവണ ഈ ഹാഷ് വാല്യൂ മാറിയതിൽ അടക്കം വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കൊച്ചിയിൽ നിന്ന് മുഹസിന അസു ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. മുഹസിന, അതിജീവിതയുടെ ഈ പ്രതികരണം അത് എത്രത്തോളം വൈകാരികമാണ്, അല്ലെങ്കിൽ അതിന് എത്രത്തോളം പ്രാധാന്യത്തിൽ കാരണം ഈ ഘട്ടത്തിൽ? വളരെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് വിചാരണ കോടതിയിൽ നടന്ന ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ, അതായത് വസ്തുതാന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി മുഖേന അതിജീവിതക്ക് ലഭിച്ചത്. അത് ലഭ്യമായതിനു ശേഷമാണ് ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയതിനു ശേഷമാണ് അതിജീവിതയുടെ വളരെ വൈകാരികമായുള്ള പ്രതികരണം, പരസ്യ പ്രതികരണം നടത്തി സമൂഹ മാധ്യമത്തിലൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതം നടത്തിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഈ വിചാരണ കോടതിയിൽ മെമ്മറി കാർഡിന് ഹാഷ് വാല്യൂ മാറതിൽ വിചാരണ കോടതിയുടെ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം കയ്യിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സ്വകാര്യത എന്നത് മൗലിക അവകാശമാണെന്നിരിക്കെ കോടതിക്കകത്തിരുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയത് വളരെയധികം ഞെട്ടിക്കുന്ന കാര്യമാണ് എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് അതിജീവിത നടത്തിയിരിക്കുന്നത്. ഇതിലൂടെ നിഷേധിക്കപ്പെട്ടത് തന്റെ മൗലികാവകാശമാണെന്നും കോടതിക്ക് അകത്ത് പോലും തന്റെ സ്വകാര്യത സംരക്ഷിക്കപ്പെട്ടില്ലെന്നും അതിജീവിത പ്രതികരിച്ചിട്ടുണ്ട്. അതായത് നീതിക്ക് കോട്ട കെട്ടി കരുത്ത് പകരേണ്ട കോടതിയിൽ നിന്ന് ഇത്തരം ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീതരുമാണ് എന്നാണ് വളരെ വൈകാരികമായ ഒരു പ്രതികരണം അതിജീവിത നടത്തിയിരിക്കുന്നതെങ്കിലും സത്യസന്ധരായ ന്യായാധിപരുടെ കാലം അവസാനിച്ചിട്ടില്ല, അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും അതിജീവിത സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട്. നേരത്തെ വിവിധ അതിഥികൾ പറഞ്ഞതുപോലെ തന്നെ 2017 ആരംഭിച്ച കേസാണ്. വർഷങ്ങൾ ഇത്രയുമായി അതിജീവിതയെ സംബന്ധിച്ച് വളരെയധികം വൈകാരിക മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയ വർഷങ്ങളാണ്. ഓരോ ദിവസവും അത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇത്തരത്തിൽ വളരെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ തെളിവാണ് ഈ മെമ്മറി കാർഡിനകത്തുള്ളത്. അത് പലവട്ടം ഹാഷ് വാല്യൂ മാറുക എന്ന് പറയുമ്പോൾ തന്നെ അത് പലവട്ടം പരിശോധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അനധികൃതമായി ഇത്തരം പരിശോധനകൾ നടന്നത് സേഫ് കസ്റ്റഡിയിൽ, അതായത് കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നതാണ് അതിജീവിത പറഞ്ഞത്. തന്റെ സ്വകാര്യത ഏറ്റവും കൂടുതൽ നീതി ലഭിക്കുമെന്ന് കരുതുന്ന കോടതിക്കകത്തുനിന്ന് പോലും തന്റെ സ്വകാര്യത തുടരണം.